إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله صلوات الله وسلامه عليه أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് അവനിൽ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമളാൻ മാസം പരിശുദ്ധ ഖുർആനിന്റെ മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിലാണ് അവന്റെ കലാമായ വിശുദ്ധ ഖുർആൻ ആകാശലോകത്ത് നിന്ന് വഹിയായി ഇറക്കിയത്. അള്ളാഹുവിന്റെ കലാം പരിശുദ്ധ ഖുർആൻ വേണ്ട വിധത്തിൽ റമദാനിൽ ഉപയോഗപ്പെടുത്താൻ ഖുർആനിനെ പറ്റി നമ്മൾ അറിയേണ്ടുന്ന ചില സുപ്രധാനങ്ങളായ കാര്യങ്ങളുണ്ട്. വിശിഷ്യ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ തന്നെ ഖുർആനിനെ അല്ലാഹു വിശേഷിപ്പിച്ച വിശേഷണങ്ങളുണ്ട്. റമളാനിന് മുന്നോടിയായി പരിശുദ്ധ ഖുർആൻ അതിന് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, അല്ലാഹുവിന്റെ സംസാരമാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അക്ഷരങ്ങളും അതിലെ ഓരോ ഹർഫും അതിന്റെ ആശയങ്ങളും അല്ലാഹുവിൽ നിന്നാണ്. അത് അല്ലാഹുവിന്റെ സൃഷ്ടിയല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണമാണ്. അല്ലാഹുവിൽ നിന്ന് അവതരിച്ചതാണത്, അല്ലാഹുവിലേക്ക് തന്നെ മടങ്ങുന്നതാണ്. അല്ലാഹുവിൽ നിന്നാണ് അതിന്റെ ഉത്ഭവം. ഖിയാമത്ത് നാളിൽ അല്ലാഹുവിലേക്ക് തന്നെ അത് മടങ്ങുന്നു. വഹുവൽ മുഅ്ജിസത്തുൽ ഉൾമ, അത് ഏറ്റവും മഹത്തായ ദൃഷ്ടാന്തമാണ്, അമാനുഷികമാണ്. അൽ മുതഅബ്ബദു ബിതിലാവതി, അതിന്റെ പാരായണം പോലും ആരാധനയാണ്, ഇബാദത്താണ്. ഖുർആനിലേക്ക്, മുസ്ഹഫിലേക്ക് നോക്കിയിരിക്കൽ പോലും പ്രതിഫലാർഹമാണ്. മുസ്ഹഫിൽ ഇരുട്ട ചട്ടകൾക്കുള്ളിൽ നമ്മുടെ കരങ്ങളിൽ സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് ആരംഭിച്ച് സൂറത്തുൻ നാസ് കൊണ്ട് അവസാനിക്കുന്നതാണ് പരിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങൾ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നേർക്കുനേരെ സംസാരിച്ചതാണത്. ഈ രംഗത്ത് പിഴച്ചുപോയ വ്യതിയാന കക്ഷികൾ ചിലർ പറയുന്നു അല്ലാഹു നേർക്കുനേരെ അത് സംസാരിച്ചിട്ടില്ല. അല്ലാഹു സംസാരിക്കുകയും മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ സംസാരമായി കേൾക്കുകയും ചെയ്തതാണ് ഖുർആൻ. ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസം. അല്ലാഹു സംസാരിച്ചു, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിൽ നിന്ന് കേട്ടു. ആ വഹയുമായി ജിബ്രീൽ ഭൂമിയിലേക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ കരികിലേക്ക് ഇറങ്ങി.
ജിബ്രീൽ ഓതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ നിന്നും അത് കേട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഹൃദയത്തിൽ സൂക്ഷിച്ചു. അവിടുന്ന് അത് പാരായണം ചെയ്തു. അവിടുത്തെ തിരുനാവിലൂടെ സ്വഹാബത്തും അത് കേട്ടു. ഇങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ നമ്മിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടത്. അള്ളാഹുവിന്റെ അപാരമായ സംരക്ഷണത്താൽ. അള്ളാഹു പറഞ്ഞു, വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ. പരിശുദ്ധ ഖുർആൻ തീർച്ചയായും ലോകങ്ങളുടെ റബ്ബായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിൽ നിന്ന് അവതീർണമായതാണത്. അള്ളാഹുവിന്റെ വിശേഷണമാണ്, അവന്റെ സൃഷ്ടിയല്ല, അവന്റെ സംസാരമാണ്. നസല ബിഹി റൂഹുൽ അമീൻ. റൂഹുൽ അമീൻ, വിശ്വസ്തനായ റൂഹ്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിശേഷണമാണത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൽ നിന്ന് കേൾക്കുകയും അള്ളാഹുവിൽ നിന്ന് അതുമായി ഭൂമിയിലേക്ക് ഇറങ്ങുകയും ചെയ്തു. അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ. അള്ളാഹുവിന്റെ റസൂലേ, താങ്കളുടെ ഹൃദയത്തിലേക്കാണ് അത് അവതരിച്ചത്. താങ്കൾ താക്കീത് ചെയ്യുന്നവരിൽ ഉൾപ്പെടാൻ വേണ്ടി, താങ്കൾ താക്കീതുകാരനാകാൻ വേണ്ടി. അതായത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ അവതരിക്കുമ്പോൾ അവിടുത്തേക്ക് അക്ഷരവായന അറിയുകയില്ല. അവിടുന്ന് നിരക്ഷരനായിരുന്നു, ഉമ്മിയായിരുന്നു. അവിടുത്തേക്ക് എഴുത്തും വായനയും അറിയില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ ഓതിക്കൊടുത്തു. അള്ളാഹുവിന്റെ റസൂൽ അത് ഹൃദയത്തിൽ സൂക്ഷിച്ചു. അവിടുന്ന് ഹൃദയത്തിൽ രേഖപ്പെടുത്തി. അതിന്റെ ആശയവും അതിന്റെ പദങ്ങളും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൽബകത്ത് ഹൃദ്യസ്ഥമാക്കി. അതുകൊണ്ടാണ് താങ്കളുടെ ഹൃദയത്തിനുമേൽ റൂഹുൽ അമീൻ ജിബ്രീൽ അതും കൊണ്ടിറങ്ങി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ. വ്യക്തമായ, സ്പഷ്ടമായ, കൃതകൃത്യമായ അറബി ഭാഷയിലാണ് ഖുർആൻ അവതീർണമായത്. അതിനെ വെല്ലുന്ന മറ്റൊരു ഭാഷയുമില്ല തന്നെ. സൂറത്തു ശുഅറായിൽ അല്ലാഹു പറയുന്നു. ഇതാണ് ഖുർആനിന്റെ നിർവചനം. ഖുർആനിനെ കുറിച്ച് ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ ഇങ്ങനെ വിശ്വസിക്കണം. ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസം. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ അവതരിച്ചത് റമദാൻ മാസത്തിലാണ്. നമുക്കറിയാം, അല്ലാഹു പറഞ്ഞു, ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ അവതീർണമായ മാസമാണ് റമദാൻ മാസം. റമദാനിൽ തന്നെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, സൂറത്തുൽ ഖദ്റിന്റെ തുടക്കത്തിൽ അല്ലാഹു പറഞ്ഞു, അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്റിന്റെ രാവിലാണ് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ളത്. ഖുർആൻ ആദ്യമായി അവതരിക്കപ്പെട്ടത് റമദാനിൽ ലൈലത്തുൽ ഖദ്റിലാണ്. ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസം. ഇതും നമ്മുടെ വിശ്വാസത്തിൽ ഖുർആനുമായി ബന്ധപ്പെട്ട അഖീദയിൽ നമ്മൾ രേഖപ്പെടുത്തി വെക്കണം. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ എണ്ണമറ്റ വിശേഷണങ്ങൾ, എണ്ണി തീർക്കാൻ സാധിക്കാത്തത്ര വിശേഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ പറ്റി തന്നെയും നമ്മെ കേൾപ്പിച്ചിരിക്കുന്നു. അതിൽ സുപ്രധാനങ്ങളായ ചിലത് നമുക്ക് ഓർമ്മിക്കാം. ഒന്നാമതായി, കിതാബുൻ ആമുൻ ലിൽ ആലമീൻ. അത് ലോകർക്കാകമാനം വ്യാപകാർത്ഥത്തിൽ അള്ളാഹു അവതരിപ്പിച്ച കിതാബാണ്. ഏതെങ്കിലും ജനവിഭാഗത്തിന്, ഏതെങ്കിലും പ്രത്യേക കാലഘട്ടത്തിൽ ജീവിക്കുന്നവർക്ക്, അതല്ലെങ്കിൽ അറബികൾക്ക് മാത്രം, മുസ്ലിമീങ്ങൾക്ക് മാത്രം അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥമല്ല പരിശുദ്ധ ഖുർആൻ. മറിച്ച് അത് ലോകർക്കാണ്. തബാറകല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാനിന്റെ, അൽ ഫുർഖാൻ എന്നത് പരിശുദ്ധ ഖുർആനിന്റെ വിശേഷണമാണ്. പരിശുദ്ധ ഖുർആനിന്റെ മറ്റൊരു പേരാണ് സൂറത്തുൽ ഫുർഖാൻ. അതിന്റെ ആദ്യ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, തബാറകല്ലദീ നസ്സലൽ ഫുർഖാൻ. സത്യാസത്യ വിവേചനമായ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര അനുഗ്രഹ സമ്പൂർണനാണ്. അലാ അബ്ദിഹി, തന്റെ അടിമയായ റസൂലായ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കു മേൽ അത് അവതരിപ്പിച്ചു. ലിയകൂന ലിൽ ആലമീന നദീറ. അദ്ദേഹം ലോകർക്കാകമാനം താക്കീതുകാരനാകാൻ വേണ്ടി, അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ, പരലോകത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ, നരകത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ, അള്ളാഹുവിന്റെ വിലക്കുകളെ തൊട്ട് താക്കീത് ചെയ്യാൻ, നന്മകളിലേക്ക് അവരെ ആനയിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകർക്കാകമാനം, അറബികൾക്കെന്നല്ല, മുസ്ലിമീങ്ങൾക്ക് പ്രത്യേകമെന്നല്ല, മുഴുവൻ മനുഷ്യർക്കും താക്കീതുകാരനാകാൻ വേണ്ടി അള്ളാഹു സത്യാസത്യ വിവേചനമായി അവതരിപ്പിച്ചതാണ് പരിശുദ്ധ ഖുർആൻ. അൽ മുഅ്ജിസത്തുൽ ഉൾമ. പരിശുദ്ധ ഖുർആൻ അമാനുഷികമായ, അത്യത്ഭുതകരമായ ദൃഷ്ടാന്തമാണ്. ഒരു മനുഷ്യനും കൈകടത്താൻ സാധിക്കാത്ത, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ
വെല്ലുവിളി ഇന്നും ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന മഹത്തായ അത്ഭുതകരമായ ദൃഷ്ടാന്തമാണ്, അമാനുഷിക ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അത് അല്ലാഹുവിൽ നിന്ന് അവതരിക്കപ്പെട്ടതല്ല, അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കരങ്ങൾ കൊണ്ട് പടച്ചതാണ്. അത് അദ്ദേഹത്തിന്റെ മാരണക്രിയയാണ്. അവിടുന്ന് പാടിയ കവിതാശകലങ്ങളാണ്, അവിടുത്തെ ഭ്രാന്തമായ ജൽപ്പനങ്ങളാണ്. ഇങ്ങനെ ഖുർആനിനുമേൽ അതിന്റെ ആധികാരികതയെ ചോദ്യം ചെയ്ത അക്കാലത്തെ മുശ്രിക്കുകൾ, അക്കാലത്തെ നിരീശ്വരവാദികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വെല്ലുവിളിച്ചു. 3 രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രായിൽ അവരെ വെല്ലുവിളിച്ചതായി കാണാം. കുല്ല ഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആൻ ലാ യഅതൂന ബിമിസ്ലിഹി വലൗ കാന ബഅ്ദുഹും ലിബഅ്ദിൻ ദഹീറ ഫൽയഅതു ബിഹദീസിൻ മിസ്ലിഹി ഇൻ കാനൂ സാദിഖീൻ. സൂറത്തു തൂറിൽ കാണാം. അതെ, മുഴുവൻ മനുഷ്യരും മുഴുവൻ ജിന്നുകളും ഒരുമിച്ചു ചേർന്നാലും ശരി, ഖുർആനിന് സമാനമായൊരു ഗ്രന്ഥം, ഒരു കിതാബ് അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുകയില്ല. വലൗ കാന ബഅ്ദുഹും ലിബഅ്ദിൻ ദഹീറ, മനുഷ്യരെന്നല്ല ജിന്നുകളകിലവും സകല മനുഷ്യരും പരസ്പരം സഹായികളായി ചേർന്നാൽ പോലും, ഒത്തുചേർന്നാൽ പോലും ഖുർആനിന് സമാനമായൊരു ഗ്രന്ഥം അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുകയില്ല. അല്ലാഹു പറഞ്ഞു സൂറത്തു തൂറിൽ, സാധിക്കുമെങ്കിൽ ഫൽയഅതു ബിഹദീസിൻ മിസ്ലിഹി, ഇതിനു സമാനമായൊരു ഗ്രന്ഥം അവർ കൊണ്ടുവരട്ടെ. ഇൻ കാനൂ സാദിഖീൻ, അത് അല്ലാഹുവിൽ നിന്ന് അവതരിക്കപ്പെട്ടതല്ല എന്നവർക്ക് സംശയമുണ്ടെങ്കിൽ, അവരുടെ വാദം സത്യസന്ധമാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഖുർആനിന് സമാനമായതൊന്നും അവർ കൊണ്ടുവരട്ടെ. ഇല്ല, അല്ലാഹു തന്നെ പറഞ്ഞു ലാ യഅതു, അവർക്ക് സാധിക്കുകയില്ല, അവർ കൊണ്ടുവരികയില്ല. ലാ യഅതൂന ബിമിസ്ലിഹി. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് ഖുർആനിൽ തന്റെ വെല്ലുവിളി അത് ചുരുക്കി, ലഘൂകരിച്ചു. അവരോട്, ശത്രുക്കളോട്, ഇസ്ലാമിന്റെ ശത്രുക്കളോട്, ഖുർആനിനെതിരെ സംശയം ഉന്നയിച്ചവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും സൂറത്ത് ഹൂദിൽ വെല്ലുവിളി ആവർത്തിച്ചു, ലഘൂകരിച്ചുകൊണ്ട്. അം യഖൂലൂന ഇഫ്തറാഹു ഖുൽ ഫഅതു ബിഅശ്രി സുവരിൻ മിസ്ലിഹി മുഫ്തറയാത്തിൻ വദ്ഉ മൻ ഇസ്തതഅതും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. അവർ പറയുന്നു ഖുർആൻ മുഹമ്മദ് പടച്ചുണ്ടാക്കിയതാണെന്ന്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അവർ പറയുന്നുവെങ്കിൽ ഖുൽ, പറയുക നബിയെ, അവരോട് പറയുക, ഫഅതു ബിഅശ്രി സുവരിൻ മിസ്ലിഹി മുഫ്തറയാത്ത്, താങ്കൾ പടച്ചുണ്ടാക്കിയതാണെന്ന് ഖുർആനിനെ പറ്റി അവർ പറയുന്നുവെങ്കിൽ ഇതിനു സമാനമായ, ഖുർആനിന് സമാനമായ 10 അധ്യായങ്ങൾ മാത്രം അവർ പടച്ചുണ്ടാക്കി കൊണ്ടുവരട്ടെ. താങ്കൾ ഇത് പടച്ചുണ്ടാക്കിയതാണ് എന്നാണ് അവരെ ജൽപ്പനമെങ്കിൽ വദ്ഉ മൻ ഇസ്തതഅതും മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ അവർക്ക് സാധിക്കുന്നവരെല്ലാം അവർ വിളിച്ചുകൊള്ളട്ടെ. ഇൻ കുൻതും സാദിഖീൻ, അവർ സത്യസന്ധന്മാരാണെങ്കിൽ. സാധിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂനുസിൽ വെല്ലുവിളി പിന്നെയും ആവർത്തിച്ചു, വീണ്ടും ലഘൂകരിച്ചു. അം യഖൂലൂന ഇഫ്തറാഹു ഖുൽ ഫഅതു ബിസൂറത്തിൻ മിസ്ലിഹി. വീണ്ടും അവർ ജൽപ്പിക്കുകയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചുണ്ടാക്കിയതാണിതെന്ന്. പറയുക നബിയെ, അവരോട് പറയുക, ഫഅതു ബിസൂറത്തിൻ മിസ്ലിഹി, ഖുർആനിനേതിന് സമാനമായ ഒരു സൂറത്ത്, ഒരൊറ്റ സൂറത്തെങ്കിലും അവർ കൊണ്ടുവരട്ടെ. സാധിക്കുന്നവരെല്ലാം സഹായികളായി അവർ ക്ഷണിച്ചുകൊള്ളട്ടെ. ഇൻ കുൻതും സാദിഖീൻ, അവർ സത്യസന്ധന്മാരാണെങ്കിൽ. നോക്കൂ നിങ്ങൾ, 3 രൂപത്തിൽ അല്ലാഹു വിളിച്ചു. ഇതിനു സമാനമായ 114 അധ്യായങ്ങൾ അടങ്ങുന്ന 6000-ൽ പരം ആയത്തുകൾ അടങ്ങുന്ന ഗ്രന്ഥം ഇല്ല, അവർക്ക് സാധിച്ചില്ല. ഇല്ലെങ്കിൽ 10 സൂറത്തെങ്കിലും ഖുർആനിന് സമാനമായ 10 അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്ന 10 അധ്യായങ്ങൾ കൊണ്ടുവരാൻ അവരോട് വെല്ലുവിളിച്ചു. അവർക്ക് സാധിച്ചില്ല. ഇന്നവരെ ആർക്കും സാധിച്ചില്ല, അതിനും സാധിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വെല്ലുവിളി വീണ്ടും ലഘൂകരിച്ചു. ഖുർആനിന്റെ അധ്യായത്തിന് സമാനമായ ഒരധ്യായമെങ്കിലും, ഒരു സൂറത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വെല്ലുവിളിച്ചു. സാധിച്ചില്ല. ഇന്നേ വരെ ഒരാൾക്കും സാധിച്ചിട്ടില്ല. ഇലാ യൗമിൽ ഖിയാമ ഒരു പടപ്പിനും അത് സാധിക്കുകയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വെല്ലുവിളിയാണ്. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, 14 കഴിഞ്ഞു. ഈ വെല്ലുവിളി ഇന്നും ഖുർആനിൽ നിലനിൽക്കുന്നു. ഇസ്ലാമിനെ വിമർശിക്കുന്നവർ, ഖുർആനിന്റെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്നവർ, ഇസ്ലാമിലെ പുഴുക്കുത്തുകൾ ചെയ്യുന്നവർ, നിരീശ്വര നിർമ്മതവാദികൾ, അവരുടെ വില കുറഞ്ഞ യുക്തിയില്ലായ്മ കൊണ്ട്, യുക്തി എന്നവർ ജൽപ്പിക്കുന്ന യുക്തിരാഹിത്യം കൊണ്ട് ഖുർആനിനെ അളക്കുന്നവർ സാധിച്ചോ? ഇന്ന് സാധിക്കുന്നുണ്ടോ? ഇലാ യൗമിൽ ഖിയാമ ഒരിക്കലും സാധിക്കുകയില്ല. ഖുർആനിലെ ഒരു സൂറത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് ഏതാണ്? സൂറത്തുൽ കൗസർ. 3 ആയത്തുകൾ മാത്രമുള്ള സൂറത്തുൽ കൗസറിലെ 3 ആയത്തുകൾ നിങ്ങൾ ഒരുമിച്ച് എഴുതി വെക്കുക, ചേർത്തി എഴുതി വെക്കുക. ഖുർആനിലെ ഒരു വരി
സാമാന്യം ഒരു വരി മാത്രം ദൈർഘ്യമേ ആ സൂറത്തിനുണ്ടാകുകയുള്ളൂ. അതുപോലും ഇന്നവരെ ഒരാൾക്കും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഖുർആനിന്റെ അത്ഭുതമാണിത്, ഖുർആനിന്റെ അമാനുഷികതയാണിത്. സഹോദരങ്ങളെ, ഖുർആനിന്റെ അമാനുഷികതയും ഖുർആനിന്റെ അത്ഭുതങ്ങളും അതിന്റെ ഭാഷയിൽ മാത്രമല്ല, അതിന്റെ സാഹിത്യത്തിൽ മാത്രമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കൊരുത്തുവച്ച അത്ഭുതങ്ങൾ അത് വായിക്കും തോറും, അതിലാശയ പ്രപഞ്ചത്തിലൂടെ സഞ്ചരിക്കും തോറും നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും, ഒരു റമദാനിലെങ്കിലും ഇത് ആസ്വദിക്കാൻ സാധിക്കാത്തവരായി നമ്മൾ മരണമടയുകയാണെങ്കിൽ നമ്മെക്കാൾ വലിയ ഹതഭാഗ്യരാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. സാഹിത്യ ഭംഗിയിൽ, ആശയ വൈപുല്യത്തിൽ, അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും ഗോചരമല്ലാത്ത അദൃശ്യമായ അഭൗതികമായ കാര്യങ്ങളുടെ വിവരണങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്കാകമാനം, സ്ത്രീക്കും പുരുഷനും, പിതാവിനും മാതാവിനും, ഭാര്യക്കും ഭർത്താവിനും, വയോധികനും ചെറുപ്പക്കാർക്കും കുട്ടിക്കും എല്ലാവർക്കും, സകല മനുഷ്യർക്കും അല്ല സകല ജിന്നുകൾക്കും, സകല ദേശക്കാർക്കും, സകല വർണ്ണക്കാർക്കും, സകല വർഗക്കാർക്കും പ്രായോഗികമായ, കാലിക പ്രസക്തമായ, സാർവജനീനമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ നിയമ സംഹിതകൾ ഓരോ രംഗത്തും, സാമ്പത്തിക രംഗത്ത്, കുടുംബരംഗത്ത്, വൈയക്തിക രംഗത്ത്, മരിച്ചു കഴിഞ്ഞാൽ, ജനിച്ചു കഴിഞ്ഞാൽ, പിറന്നു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ നിയമങ്ങൾ, നിയമ സംഹിതകൾ ഖുർആൻ നമ്മെ അതിലേക്ക് ക്ഷണിക്കുന്നു. ഖുർആനിന്റെ നിയമ സംഹിതകൾ, മാർഗനിർദ്ദേശങ്ങൾ, സാരോപദേശങ്ങൾ അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്. ഖുർആൻ ആധുനിക ശാസ്ത്രത്തിന്റെ നവാഗതമായ കണ്ടുപിടുത്തങ്ങളെപ്പോലും വെല്ലുവിളിക്കുന്ന ശാസ്ത്ര സത്യങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ തുറന്നു കാട്ടിയിട്ടുണ്ട്. ഖുർആൻ ഒരു ശാസ്ത്ര ഗവേഷണ ഗ്രന്ഥമല്ല, പക്ഷേ ശാസ്ത്രം കണ്ടുപിടിച്ച അനേകം സത്യങ്ങൾ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ഖുർആൻ ആധുനിക ശാസ്ത്ര ലോകത്തെ പോലും ഞെട്ടിക്കുന്നു. അതിൽ അത്ഭുതങ്ങൾ തീരുന്നില്ല സഹോദരങ്ങളെ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത്, വഇന്നമാ കാന അല്ലദീ ഊതീതുഹു വഹ്യൻ ഔഹാഹു അല്ലാഹു ഇലൈഹി. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരക്ഷരനായിരുന്ന ഒരു റസൂൽ, ഒരു നബി, അറബികൾക്കിടയിൽ അവിടുന്ന് മനസ്സിൽ, ചിന്തയിൽ, ഭാവനയിൽ ഉദിച്ച തത്വങ്ങൾ കുറിച്ചു വച്ച ഒരു മാനുഷിക ഗ്രന്ഥമായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇത് സംഭവിക്കില്ലായിരുന്നു. മറിച്ച് അവിടുന്ന് പറഞ്ഞു, വഇന്നമാ കാന അല്ലദീ ഊതീതുഹു വഹ്യൻ ഔഹാഹു അല്ലാഹു ഇലൈഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് എനിക്ക് വഹ്യായി നൽകിയ അവന്റെ ദിവ്യബോധനമാണ് ഈ പരിശുദ്ധ ഖുർആൻ. ഫഅർജു അൻ അകൂന അക്സറഹും താബിഅൻ യൗമൽ ഖിയാമ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കൾ എത്ര തലമുണ്ടാക്കിയാലും, അവരെത്ര ഇസ്ലാമിനെതിരെയും ഖുർആനിനെതിരെയും സംശയങ്ങൾ ജനിപ്പിച്ചാലും, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ നിന്ന്, ഖുർആനിൽ നിന്ന് മനുഷ്യരകറ്റാനുള്ള ശ്രമങ്ങൾ അവർ കൊടുമ്പിരി കൊണ്ടാലും, സഹോദരങ്ങളെ, ഖിയാമത്ത് നാളിൽ ഈ ഖുർആനിന്റെ അനുയായികളായിരിക്കും, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നവരായിരിക്കും ഏറ്റവും അധികമെന്ന് അവിടുന്ന് അഭിമാനം കൊള്ളുകയാണ്. ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നു എന്ന് അവിടുന്ന് പ്രതീക്ഷ അറിയിക്കുകയാണ്. അല്ലാഹു അവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ഖുർആൻ സന്മാർഗമാണ്. അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്ക്, അവൻ ഹറാമാക്കിയ ഹറാമുകൾ ഒഴിവാക്കുന്നവർക്ക്, അവന്റെ നിർബന്ധമായ കൽപ്പനകൾ പാലിക്കുന്നവർക്ക്, മുത്തഖീങ്ങൾക്ക് ആ തഖ്വയാണ് റമളാനിലെ നോമ്പ് കൊണ്ട് നമ്മൾ നേടേണ്ടുന്ന ഏറ്റവും വലിയ സമ്പാദ്യം. ദാലികൽ കിതാബു ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ. അല്ലാഹുവിനെ തഖ്വ പാലിക്കുന്നവർക്ക് അത് സന്മാർഗമാണ്. അല്ല, മുഴുവൻ മനുഷ്യർക്കും അത് സന്മാർഗ ദർശനമാണ്. അല്ലാഹു പറഞ്ഞു, ഹുദൽ ലിന്നാസ്, മാനവരാശിക്കകിലവും അത് സന്മാർഗ ദർശനമാണ്. വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യവും അസത്യവും വിവേചിക്കുന്ന, നന്മയേത് തിന്മയേത് എന്ന് വിശദീകരിക്കുന്ന കൃത്യമായ തെളിവുകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട മഹനീയമായ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഏറ്റവും നേരായതിലേക്ക് അത് നയിക്കുന്നു. നോക്കൂ നിങ്ങൾ, ആ പ്രയോഗം അത്ഭുതമാണ്. അല്ലാഹു പറഞ്ഞു, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതി ഹിയ അഖ്വം. ഖുർആൻ ഏറ്റവും നേരായതിലേക്ക് നയിക്കുന്നു. നേരായ കാര്യങ്ങൾ പലതും ഉണ്ടാകും, നേരുണ്ടാകും, പക്ഷെ ഖുർആൻ നയിക്കുന്നത്, ഖുർആൻ ക്ഷണിക്കുന്നത് നേരിൽ ഏറ്റവും നേരായതിലേക്കാണ്. ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന വിശ്വാസം ഏറ്റവും നേരായ വിശ്വാസമാണ്. ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന ആരാധനാ കർമ്മങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഏറ്റവും ശരിയായതാണ്. ഏറ്റവും ശരിയുണ്ടാകും, ശരികൾ പലതും ഉണ്ടാകും, പക്ഷേ ഖുർആൻ നമ്മെ ക്ഷണിക്കുന്നത്, ഖുർആൻ നമ്മെ നയിക്കുന്നത് ഏറ്റവും ശരിയായതിലേക്ക്. ഖുർആൻ വിലക്കിയത്
മനുഷ്യർക്ക് വിലക്കേണ്ടുന്ന ഏറ്റവും അനുയോജ്യമായ വിലക്കുകളായിരിക്കും. ഖുർആനിലൂടെ അള്ളാഹു ഒരു കാര്യം ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ മനുഷ്യർക്ക് വിലക്കാൻ അർഹതപ്പെട്ട ഏറ്റവും അനുയോജ്യമായ കാര്യമായിരിക്കും. ഖുർആൻ ഏറ്റവും ശരിയാണ്, ഏറ്റവും നന്മയാണ്, ഏറ്റവും മഹനീയമാണ്. ഏറ്റവും നല്ലതിലേക്ക് ഖുർആൻ നമ്മെ വഴി നടത്തുന്നു. റൂഹുൻ വഹയാത്ത്, ഖുർആനിന്റെ മറ്റൊരു വിശേഷണം, ഖുർആൻ നമ്മുടെ ജീവനാണ്, ഖുർആൻ നമ്മുടെ ആത്മാവാണ്. സഹോദരങ്ങളെ, ഒരിക്കലെങ്കിലും ജീവിതത്തിൽ നാം പാരായണം ചെയ്യുന്ന അള്ളാഹുവിന്റെ കലാം പരിശുദ്ധ ഖുർആൻ നിത്യജീവിതത്തിൽ നിസ്കാരത്തിൽ എത്രയോ തവണ നമ്മൾ പാരായണം ചെയ്യുന്നു. എന്റെ ജീവനാണ്, എന്റെ ജീവിതമാണിത് എന്ന് അനുഭവിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ഓതാൻ പാരായണം ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അള്ളാഹു പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വകദാലിക ഔഹൈനാ ഇലൈക റൂഹൻ മിൻ അംരിനാ, അള്ളാഹുവിന്റെ റസൂലേ, നമ്മുടെ കൽപ്പനയാൽ താങ്കൾക്കിതാ റൂഹായി ഖുർആനിനെ നാം അവതരിപ്പിച്ചിരിക്കുന്നു. നമുക്കറിയാം എന്താണ് റൂഹ് എന്ന് പറഞ്ഞാൽ. ശരീരത്തിന് റൂഹ് ഇല്ലെങ്കിൽ അതിന് ജീവനില്ല. ഖുർആൻ ഒരു മുഅ്മിനിന്റെ ഹൃദയത്തിന്റെ റൂഹാണോ? ഖുർആൻ ഒരു മുസ്ലിമിന്റെ ഖൽബിന്റെ ജീവനാണ്. ഹൃദയത്തിനകത്ത് ഖുർആൻ സ്വാധീനിച്ചിട്ടില്ലെങ്കിൽ, ഖുർആൻ റൂഹായി, ഖുർആൻ ജീവനായി പെയ്തിറങ്ങിയിട്ടില്ലെങ്കിൽ ഇല്ല. നീ എത്ര ആരോഗ്യ ദൃഢഗാത്രനായി നൂറ്റാണ്ടുകൾ അവിടെ ജീവിച്ചാലും നീ യഥാർത്ഥ ജീവിതവും യഥാർത്ഥ ആത്മാവും തിരിച്ചറിയാത്തവനാണ്. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഖുർആൻ റൂഹാണ്, ഖുർആൻ ആത്മാവാണ്, ഖുർആൻ ജീവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ഖുർആൻ നമുക്ക് ഉപയോഗപ്പെടുത്തുമാറാകട്ടെ. ഖുർആൻ പ്രകാശമാണ്. അല്ലാഹു പറഞ്ഞു, വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദി ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ. അപ്രകാരം ഖുർആനിനെ നാം പ്രകാശമാക്കിയിരിക്കുന്നു. അല്ലാഹു ഉദ്ദേശിക്കുന്ന അവന്റെ അടിമകൾക്ക് സന്മാർഗത്തിലേക്ക് വഴി നടത്താൻ അല്ലാഹു ഖുർആനിനെ പ്രകാശമാക്കിയിരിക്കുന്നു. ഇരുട്ടും തമസ്സും തിന്മയും തോന്നിവാസങ്ങളും ശിർക്കും കുഫറും കാപട്യവും ഇസ്ലാമിന്റെ പേരിലുള്ള കപട നാടകങ്ങളുമെല്ലാം അരങ്ങേറുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ തിന്മകളുടെയും അന്ധകാരത്തിൽ നിന്ന്, തമസ്സുമുറ്റിയ ആധുനിക ലോകത്ത് നിന്ന് ഖുർആനിന്റെ വെളിച്ചം നമ്മെ നന്മയിലേക്ക് വഴി നടത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ പ്രകാശമാക്കിയിരിക്കുന്നു. അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തി. ബുർഹാൻ, ഖുർആനിന്റെ മറ്റൊരു വിശേഷണമാണ്. ഖുർആൻ നമ്മുടെ പ്രമാണമാണ്, നമ്മുടെ ന്യായ പ്രമാണം. ഖുർആനാണ് നമ്മുടെ ജീവിത പദ്ധതി. ഒരു മുസ്ലിം ജീവിക്കേണ്ടത് ഖുർആൻ അനുസരിച്ചിട്ടാണ്. ഖുർആനിന്റെ കൽപ്പനകളാണ് അവന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഖുർആനിന്റെ വിലക്കുകളാണ് അവന്റെ ജീവിതത്തിൽ അവനെ ഒഴിച്ചു നിർത്തേണ്ടത്. അവന്റെ സ്വഭാവം ഖുർആനാകണം, അവന്റെ പെരുമാറ്റം ഖുർആനാകണം. ഖുർആനിൽ പറഞ്ഞ പിതാവാകണം, മാതാവാകണം, ഭാര്യയാകണം, ഭർത്താവാകണം, അധ്യാപകനാകണം, വിദ്യാർത്ഥിയാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ നമ്മുടെ ന്യായ പ്രമാണമായി, തെളിവായി, രേഖയായി നമുക്ക് മേൽ അവതരിപ്പിച്ചിരിക്കുന്നു. അൽ ഫുർഖാൻ, നേരത്തെ പറഞ്ഞതുപോലെ സത്യവും അസത്യവും വേർതിരിക്കുന്ന സത്യാസത്യ വിവേചക ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അതിലുപരി ഖുർആൻ ശമനമാണ്, ശിഫാഉൻ. ഖുർആൻ ശമനൌഷധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും. ഓ മനുഷ്യരെ, നിങ്ങൾക്കിതാ നിങ്ങളെ പടച്ച, ആകാശഭൂമികളെ പടച്ച റബ്ബിൽ നിന്നുള്ള, സൃഷ്ടാവിൽ നിന്നുള്ള സാരോപദേശങ്ങൾ വന്നെത്തിയിരിക്കുന്നു. പരിശുദ്ധ ഖുർആനാണത്. വശിഫാഉൻ ലിമാ ഫി സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിലെ രോഗങ്ങൾക്കുള്ള ശമനൌഷധമാണത്. ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച്, അവന്റെ ദീനിനെ കുറിച്ച് നിനക്ക് ആശയക്കുഴപ്പമുണ്ടോ, സംശയമുണ്ടോ? തിന്മകൾ, ഹറാമുകൾ, ദേഹേച്ഛകൾ നിന്റെ ഹൃദയത്തിൽ ഇരുട്ട് സ്ഥാപിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, അവന്റെ കലാം നിനക്കതിനുള്ള ശമനമാണ്. കുഫറിൽ നിന്നും, ശിർക്കിൽ നിന്നും, ഇസ്ലാമിനെതിരെയുള്ള സംശയരോഗത്തിൽ നിന്നും, ദേഹേച്ഛകളുടെ മഹാമാരിയിൽ നിന്നുമെല്ലാം നിനക്ക് ശമനം നൽകുന്ന ഹൃദയത്തിലെ രോഗങ്ങൾക്ക്, ഹൃദയത്തിൽ കൊരുത്തുവച്ച അഹങ്കാരത്തിൽ നിന്ന്, അസൂയയിൽ നിന്ന്, വിദ്വേഷത്തിൽ നിന്ന്, പകയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ശമനം നൽകുന്ന, നിനക്ക് മാനസികാരോഗ്യം നൽകുന്ന മഹത്തായ ശമനൌഷധമാണ് പരിശുദ്ധ ഖുർആൻ. വഹുദം വറഹ്മ, മുഅ്മിനീങ്ങൾക്ക് അത് സന്മാർഗമാണ്, കാരുണ്യമാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ ഹൃദയത്തിലെ ആന്തരികമായ, ആത്മീയമായ, ഒരു കാർഡിയോളജിസ്റ്റിനും ഒരു ഹൃദ്രോഗ വിദഗ്ധനും കണ്ടെത്താൻ സാധിക്കാത്ത മാനസിക പ്രശ്നങ്ങൾക്ക്, ഉത്കണ്ഠക്ക്, ആങ്സൈറ്റിക്ക്, ഡിപ്രഷന് പരിഹാരം നൽകുന്ന ആത്മീയമായ ശമനൌഷധമാണെങ്കിൽ, അതിനുമപ്പുറത്ത് ഖുർആൻ ശാരീരികമായ അസുഖങ്ങൾക്കും ശമനൌഷധമാണ്. അല്ലാഹു പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞു, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഖുർആൻ
ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിങ്ങൾക്കിതാ ശിഫാ, ഔഷധം, ശമനം അവതരിപ്പിച്ചിരിക്കുന്നു. ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ മുഫസ്സിരീങ്ങളായ ഖുർആൻ വ്യാഖ്യാതാക്കളായ സകലരും പറഞ്ഞു, ഖുർആൻ ശാരീരികവും മാനസികവുമായ സകല രോഗങ്ങൾക്കും അത് പരിപൂർണ ശിഫാ ആണ്, ശമനമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അസുഖം വന്നാൽ ഖുർആൻ ഓതി മന്ത്രിക്കാൻ നമ്മെ പഠിപ്പിച്ചു. ഏതു മനുഷ്യനും അവന്റെ വീട്ടിൽ ഒരുക്കാവുന്ന ഫസ്റ്റ് എയ്ഡ് ആണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയ ഒരു പാർശ്വഫലമില്ലാത്ത, ഒരു പൈസ ചെലവുമില്ലാത്ത ഖുർആൻ എന്ന ഒറ്റമൂലി. സഹോദരങ്ങളെ, അതുപോലും ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കാറില്ല എന്നതാണ്. ഖുർആൻ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ ഖുർആൻ ശാരീരികവും മാനസികവുമായ സകല രോഗങ്ങൾക്കും പരിപൂർണ ശിഫാ ആണ്, അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർക്കെന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ ഖുർആൻ ഒരേ സമയം മാനസികവും ശാരീരികവുമായ സർവ്വരോഗങ്ങൾക്കും ശിഫാ ആണ്. അൽ ഖുർആനു തിബ്യാനുൻ ലികുല്ലി ഷൈഇൻ. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വതും വ്യക്തമായി വിശദീകരിച്ചിരിക്കുന്നു. അല്ലാഹു പറഞ്ഞു, വനസ്സൽനാ അലൈക്കൽ കിതാബ തിബ്യാനൻ ലികുല്ലി ഷൈഇൻ. ഖുർആനിൽ എല്ലാ കാര്യങ്ങളും അല്ലാഹു വിശദീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഇവിടെ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ അവന്റെ ഇഹപര വിജയം നേടാൻ, അവന്റെ ഐഹികവും പാരത്രികവുമായ സകല നന്മകളും സ്വായത്തമാക്കാൻ, ഐഹികവും പാരത്രികവുമായ സകല ദോഷങ്ങളിൽ നിന്നും അകന്നു നിൽക്കാനുള്ള എല്ലാ മന്ത്രങ്ങളും, എല്ലാ നിർദ്ദേശങ്ങളും, എല്ലാ നിയമങ്ങളും അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ വിവരിച്ചു നൽകിയിരിക്കുന്നു. അറിഞ്ഞവൻ അറിഞ്ഞു, അറിയാതെ പോയവൻ അജ്ഞതയിലായി എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ഖുർആൻ വായിക്കേണ്ട മുറപ്രകാരം വായിക്കുന്ന യഥാർത്ഥ ഖുർആനിന്റെ പാരായണക്കാരിൽ ഉലൈക യുമിനൂന ബിഹി, അവരാണ് അതിൽ വിശ്വസിച്ചവരെന്ന് അല്ലാഹു ഖുർആനിലൂടെ വിശേഷിപ്പിച്ചവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വരുന്ന റമളാൻ നമുക്കതിന് കാരണമാക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله أوصيكم إياي ثانيا بتقوى الله. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ അതിൻ്റെ വിശേഷണങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു, അത് എണ്ണിയാൽ തീരുകയില്ല. ഖുർആൻ അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്, ദൃഷ്ടാന്തങ്ങളുടെ ദൃഷ്ടാന്തമാണ്, അത് അമാനുഷികമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിനെ പറ്റി വിവരിച്ച ഒരു ഉപമ നാം ഒരുപാട് തവണ കേട്ടു പരിചയിച്ച ആയത്താണത്. അല്ലാഹു പറഞ്ഞില്ലേ, ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്. ഈ ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ നിർജീവമായ ഒരു പർവ്വതത്തിന് മുകളിലാണ് നാം അവതരിപ്പിച്ചിരുന്നതെങ്കിൽ ഒന്ന് സങ്കല്പിച്ചു നോക്കുക. പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാം, ലോകയുടെ റബ്ബിന്റെ സംസാരം നിർജീവമായ ഒരു മഹാപർവ്വതത്തിന് മുകളിലാണ് അവതരിപ്പിച്ചിരുന്നതെങ്കിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്. അല്ലാഹുവിനെ കുറിച്ചുള്ള പേടി നിമിത്തം അല്ലാഹു സൃഷ്ടിച്ച മഹാപർവ്വതം, അനങ്ങാത്ത ചലിക്കാത്ത നിർജീവമായ പർവ്വതം, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ വിനയാന്വിതമാകുന്നതും അല്ലാഹുവിനെ കുറിച്ചുള്ള പേടിയാൽ അതിന്റെ ആശയ ഗാംഭീര്യത്താൽ ആ ഖുർആനിൽ അല്ലാഹു ഉൾക്കൊള്ളിച്ച സാരോപദേശങ്ങൾ സ്വാധീനിക്കപ്പെട്ട് അത് പൊട്ടിത്തകരുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. ഇങ്ങനെയുള്ള ഉപമകൾ മനുഷ്യർക്ക് ചിന്തയുള്ള, ബുദ്ധിയുള്ള, വിവേകമുള്ള, കാഴ്ചയും കേൾവിയുമുള്ള മനുഷ്യരെ നിങ്ങൾക്ക് നാം വിശദീകരിച്ച് നൽകുന്നത് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ്, നിങ്ങൾ ഉറ്റാലോചിക്കാൻ വേണ്ടിയാണ്. സഹോദരങ്ങളെ, ഖുർആനിന്റെ അത്ഭുതം ഈ ഒരൊറ്റ ആയത്ത് ഹൃദയസ്പർശിയായി വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിന്തിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്താശേഷിയില്ലാത്ത, ബുദ്ധിയില്ലാത്ത, കാഴ്ചയില്ലാത്ത
കേൾവിയില്ലാത്ത ഒരു മഹാപർവ്വതത്തിന് മുകളിൽ ഖുർആനിനെ അവതരിപ്പിച്ചത് സങ്കല്പിച്ചു നോക്കാൻ പറയുകയും ആ ഖുർആൻ, അതിന്റെ ഗാംഭീര്യം, അത് സംസാരിച്ച റബ്ബിന്റെ വലുപ്പം, അവനോടുള്ള ഭയം നിമിത്തം അത് പൊട്ടിത്തകർന്ന് അതിനെ സ്വാധീനിക്കുമെന്നും അള്ളാഹു വിശേഷിപ്പിച്ചുവെങ്കിൽ, ചലിക്കുന്ന ശരീരമുള്ളവരെ, കാഴ്ചയുള്ളവരെ, കേൾവിയുള്ളവരെ, മിടിക്കുന്ന ഹൃദയമുള്ളവരെ, സിരയിലൂടെ രക്തം പ്രവഹിക്കുന്നവരെ, മനുഷ്യരെ, മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ കലാം ഹൃദയത്തിൽ ഒരു ചലനവും ആയുസ്സിൽ ഇന്നേ വരെ ഖുർആനിന്റെ മാസങ്ങൾ കടന്നുപോയിട്ടും നമ്മുടെ ഹൃദയത്തെ സ്വാധീനിച്ചിട്ടില്ലെങ്കിൽ നമുക്കെന്തു ജീവനാണുള്ളത്? നമ്മുടെ ഹൃദയത്തിൽ എന്തു റൂഹാണ് ബാക്കിയുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാം, അവന്റെ സംസാരം നമ്മുടെ കൽബിനെ ഇളക്കിയിട്ടില്ലെങ്കിൽ, ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കിയിട്ടില്ലെങ്കിൽ, തിരിഞ്ഞു നടക്കാൻ നമ്മെ പ്രേരിപ്പിച്ചിട്ടില്ല എങ്കിൽ ഖുർആൻ നമുക്കെന്തു ദൃഷ്ടാന്തമായി? ഖുർആൻ നമുക്കെന്തു സ്വാധീനമുണ്ടാക്കി? ഹൃദയത്തിന്റെ ആഴത്തിൽ കൊത്തിവെക്കേണ്ടുന്ന ചോദ്യമാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിനെ നെഞ്ചേറ്റാൻ നമ്മൾ ശ്രദ്ധിക്കണം. മുസ്ലിമീങ്ങളായി, ഖുർആനിന്റെ വക്താക്കളായി ജീവിച്ചു മരിക്കാൻ നമ്മൾ കാതോർക്കണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്താണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വസിയത്തായി ഏൽപ്പിച്ചതാണ്. ഒരുപാട് ഹദീസുകളിൽ, അനേകം ഹദീസുകളിൽ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ കൊണ്ട് വസിയത്ത് ചെയ്തതായി ഹദീസുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരിക്കൽ മഹാനായ സ്വഹാബി അബ്ദുല്ലാഹ് ഇബ്നു അബി ഔഫ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, അല്ലാഹുവിന്റെ റസൂൽ അന്തിമ വസിയത്തായി എന്തെങ്കിലും പ്രത്യേകം നൽകിയിട്ടുണ്ടോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് വസിയത്തുകൾ നൽകിയിട്ടുണ്ടെങ്കിലും, മരണത്തിന് തൊട്ടുമുമ്പ് പോലും, മരണശയ്യയിൽ പോലും അവിടുന്ന് ഒരുപാട് സാരോപദേശങ്ങൾ കൈമാറിയിട്ടുണ്ടെങ്കിലും അന്തിമ വസിയത്ത് എന്ന് പ്രത്യേകം രേഖപ്പെടുത്തി ഒരു പ്രത്യേക വസിയത്ത് നബി എഴുതി കൊടുത്തിട്ടില്ല. ഉദ്ദേശം അതായിരിക്കാം. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, പക്ഷേ റസൂലുള്ള വസിയത്ത് നൽകിയിട്ടുണ്ട്. ഔസാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔസാ ബികിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് വസിയത്ത് നൽകിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്താണ് അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ, ഇതിനെ വിശദീകരിക്കവേ പണ്ഡിതന്മാർ പറഞ്ഞു, എങ്ങനെയാണ് ഈ വസിയത്ത് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്? വൽ മുറാദു ബിൽ വസിയത്തി ബികിതാബില്ലാഹി ഹിഫ്ളുഹു ഹിസ്സൻ വ മഅന. ആ പരിശുദ്ധ ഖുർആൻ, അതിന്റെ പദങ്ങൾ, അതിലെ അധ്യായങ്ങൾ, അതിന്റെ ആയത്തുകൾ നമ്മൾ ഹൃദയസ്ഥമാക്കണം. അതോടൊപ്പം അതിന്റെ ആശയവും നമ്മൾ നെഞ്ചേറ്റണം. ഈ രണ്ട് രൂപത്തിലും ഖുർആനിനെ വസിയത്തായി നിങ്ങൾ എടുക്കണം. ഫയുക്റം വയുസാൻ വയുത്തബഅ മാ ഫീഹി. ഖുർആനിനെ നിങ്ങൾ ആത്മീയമായും ഭൗതികമായും ആദരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ അതിനെ പിൻപറ്റണം. ഖുർആനിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സമ്പാദിച്ച സമ്പാദ്യങ്ങളിൽ നിങ്ങൾ വലിയ വിലപിടിപ്പുള്ളതായി സൂക്ഷിക്കുന്ന നിധികളിൽ ഏറ്റവും വലിയ നിധിയായി നിങ്ങൾ ബഹുമാനിക്കണം, ഭൗതികമായി തന്നെ. നോക്കൂ, നിങ്ങൾ ഈ രംഗമെങ്കിലും നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുക. നമ്മുടെ വീട്ടിൽ ഖുർആൻ എവിടെയാണ് ഇരിക്കുന്നത്? റമളാനായി ഇനി പഴകി പൊടി പിടിച്ച് വീടിന്റെ ഏതെങ്കിലും മൂലയിൽ, ഏതെങ്കിലും ഒരു തിട്ടയിൽ സ്ഥാപിച്ചു വെച്ച ആ ഖുർആൻ എടുത്ത് ഇനിയൊന്ന് പൊടിതട്ടി നമ്മളെന്ന് വെളുപ്പിക്കും. ഇത്രയാണ് ഖുർആനിനോടുള്ള ഭൗതികമായ ആദരവ് പോലും. സഹോദരങ്ങളെ, എല്ലാ അർത്ഥത്തിലും ഖുർആൻ നമുക്ക് നിധിയായി, ഖനിയായി ആദരിക്കപ്പെടുന്ന അമൂല്യ രത്നമായി മാറണം. ഖുർആനിലുള്ളതനുസരിച്ച് നമ്മൾ ജീവിക്കണം. ഖുർആനിന്റെ കൽപ്പനകൾ പിൻപറ്റണം. അതിന്റെ വിലക്കുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു നിർത്തണം. വയുദാവിമു അലാ തിലാവതി. എല്ലാ ദിവസവും നിന്റെ ജീവിതത്തിൽ ഒരു ദിവസം പോലും ഖുർആൻ പാരായണം ചെയ്യാത്ത, ഖുർആനുമായി ബന്ധമില്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടാകരുത്. പ്രത്യേകിച്ച് ഖുർആൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഒരു ദിവസം പോലും ഖുർആൻ പാരായണം ചെയ്യാത്ത ദിവസം നമ്മുടെ ജീവിതത്തിൽ മരിക്കുവോളം ഉണ്ടാകരുത്. ഖുർആൻ പഠിക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. ഖുർആനിന്റെ വക്താക്കളായി നമ്മൾ മാറണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ കൊണ്ടുള്ള വസിയത്താണിത്. സഹോദരങ്ങളെ, സമയത്തിന്റെ ദൗർലഭ്യം കാരണം ഞാൻ ചുരുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വരും ആഴ്ചകളിൽ നമുക്ക് ഇതിന്റെ തുടർച്ചയായി സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ, തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين.
വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ ബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.